ലവ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കൺസേൺ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവർക്ക് എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ട്, എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ട് എനിക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നതായിരിക്കും അവരുടെ ഉള്ളിലുള്ള ആ ഒരു സംശയം. ഞാൻ ചില കാരണങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ റെസണേറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് ഇവരിൽ നിന്നൊക്കെ തന്നെയും ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് എങ്കിലും, അല്ലെങ്കിൽ വളരെ കണ്ടീഷൻ ചെയ്തിട്ട് വളരെ ക്രിട്ടിക്കലായി അൺസർട്ടനിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പകാലമായിരുന്നു നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ സംതിങ് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ലവ് എന്ന് പറയുന്നത് നോട്ട് സേഫ് അല്ലെങ്കിൽ നോട്ട് റിലയബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ലേണിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ വളരെ നല്ല രീതിയിൽ സ്നേഹം കാണിച്ചാൽ പോലും അവരുടെ നെർവ് സിസ്റ്റം റിലാക്സ്ഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല. ഇനി മറ്റൊരു കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെ കോർ ബിലീഫ്സ് ഐ എം നോട്ട് വർത്തി എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഐ എം നോട്ട് ഇനഫ് എന്നുള്ളതായിരിക്കാം, ലവ് വിൽ നോട്ട് സ്റ്റേ എന്നുള്ളതായിരിക്കാം. ഇങ്ങനെയുള്ള ബിലീഫ്സ് വെച്ച് പുലർത്തുന്നവർ മേ ബി അവരിലേക്ക് വളരെ നല്ല രീതിയിൽ സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബിലീഫ്സ് അത്തരത്തിലുള്ളതായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ അൺകോൺഷ്യസ്ലി അത്തരം ബന്ധങ്ങളിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഫിയർ ഓഫ് വൾണറബിലിറ്റി. ഇപ്പോൾ റിസീവിങ് ലവ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വേർഡ് പോലെ തോന്നുമെങ്കിലും അതിൻ്റെ പിറകിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ലവ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവിടെ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഒരു തോട്ട് അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബീങ് സീൻ എന്നുള്ള ഒരു കാര്യം, ബീങ് ഇമോഷണലി ഓപ്പൺ എന്നുള്ളൊരു കാര്യം, ഇതൊക്കെ തന്നെയും ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അവർ ഒരു പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടി ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവില്ല, അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഇനി മറ്റൊരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ട്രോമ കൊണ്ട് നടക്കുന്നവർ, എസ്പെഷ്യലി ബിട്രയൽ ആയിരിക്കാം, റിജക്ഷൻ ആയിരിക്കാം. ഇത്തരം മെമ്മറീസ് ഉണ്ടെങ്കിൽ അവരുടെ സിസ്റ്റം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക ലവ് ഈസ് ഈക്വൽ ടു പെയിൻ. ഓക്കെ, അപ്പോൾ ആരാണ് പെയിൻ ചൂസ് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളെ, അത്തരം വ്യക്തികളെ, അത്തരം എക്സ്പീരിയൻസിനെ എല്ലാം തന്നെയും റിജക്റ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റും കുറച്ചുകൂടി കൂടുതലായിട്ട് ഒരു ഗിവർ പൊസിഷനിൽ നിൽക്കുന്നവർ, അവരുടെ ഐഡൻറ്റിറ്റി തന്നെ ഒരു ഗിവർ പൊസിഷനിലായിരിക്കും. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കും, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കും, വലിയ രീതിയിൽ സാക്രിഫൈസ് ചെയ്യും. പക്ഷേ ഒരു റിസീവിങ് പൊസിഷനിലേക്ക് അവർക്ക് വരുമ്പോൾ അവർക്ക് വളരെയധികം ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ ഒരു വലിയൊരു ഗിൽറ്റ് ഫീലിങ്ങിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവർക്ക് കോൺഷ്യസ്ലി അല്ല അൺകോൺഷ്യസ്ലി അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിലർക്ക് വരുന്ന ഒരവസ്ഥയാണ് ഇമോഷണൽ നംനെസ് അല്ലെങ്കിൽ ഒരു ഷട്ട് ഡൗൺ എന്നുള്ള ഒരവസ്ഥ. ഒരുപാട് കാലം ഹേർട്ട് ചെയ്യപ്പെട്ട ഒരാൾ, അവർ ഓട്ടോമാറ്റിക്കായിട്ട് ലവിനെ ഒരിക്കലും അവർ ഫീൽ ചെയ്യാൻ ട്രൈ ചെയ്യില്ല. എസ്പെഷ്യലി ഇതൊരു ബോഡിയുടെ കോപ്പിംഗ് മെക്കാനിസമാണ്. ഇനിയും ഒരു ഹേർട്ടിലേക്ക് പോകുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അല്ലെങ്കിൽ അവർ എത്രയോ കാലമായിട്ട് ലേൺ ചെയ്യുന്നത് ഹേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലവ് എന്നതിനെ അവർ ഫീൽ ചെയ്യാതെ തന്നെ വളരെ നമ്പായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകും. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം എന്തെങ്കിലുമൊക്കെ ട്രോമയോ അല്ലെങ്കിൽ ബിട്രയൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കോർ ബിലീഫ്സ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടുകയും അവിടെ നിന്ന് ഒരിക്കലും ഒരു ലവ് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉണ്ടായിരിക്കില്ല. എങ്കിൽ പോലും അവർ സ്റ്റിൽ ആ റിലേഷൻഷിപ്പിൽ തുടരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ലവ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യൂ. താങ്ക് യു.